ആന്റണി പെപ്പെ എന്ന് എല്ലാവർക്കും അറിയാവുന്ന നടന്റെ RDXന് ശേഷമുള്ള ഒരു തകർപ്പൻ പെർഫോമൻസ്. അങ്കമാലി ഡയറീസ് എന്ന മലയാള സിനിമ മുതൽ മലയാളികൾ കണ്ടറിഞ്ഞ മലയാളികളുടെ ഹൃദയത്തിലേക്ക് വന്ന ഒരു നടൻ ആന്റണി പെപ്പെ. അതുകൂടാതെ RDXന് ശേഷം ദാവീദ് എന്ന വളരെ മനോഹരമായ ഒരു ആക്ഷൻ ഫിലിം. ആന്റണി വർഗീസിന്റെ കൂടെ ഈ ഒരു സിനിമയിൽ ഹരാൻ ഷാ എന്നൊരു നടൻ കൂടി ഉണ്ട്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നുള്ള കൊമ്പുകള എ ഗ്രേഡ് കൊമ്പൊന്നിന് 3.5 കോടിയോളം വരും. 100-200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്. ഒരു ചെറിയൊരു മാസ് ഫിലിമിന്റെ ചെറിയൊരു റിവ്യൂ. മരണപ്പെട്ട അപ്പനു വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അപ്പൻ ആഗ്രഹിച്ചതെന്തോ അത് മകൻ നടത്തുക. അപ്പൊ മനോരമ മാക്സിന്റെ OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ഫിലിമാണ് കാട്ടാളൻ ദ ഹണ്ടർ. ഒരു അഡ്വഞ്ചർ ഫിലിം ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു മാസ് ആക്ഷൻ ത്രില്ലറാണ്. A സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ആക്ഷൻ രംഗങ്ങളും അങ്ങനെയുള്ള രംഗങ്ങളുമാണ്. സോ നമ്പർ 1, സുനിൽ എന്ന തെലുഗു കോമഡി നടന്റെ വളരെ വ്യത്യസ്തമായ വളരെ മനോഹരമായ ഒരു അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്ത ഒരു വില്ലൻ റോൾ. ദെൻ കംസ് വിത്ത് നമ്മുടെ കബീർ സിംഗ്. ഹിന്ദിയിലൊക്കെ, മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ സുപരിചിതമായ കബീർ സിംഗ് എന്ന നടൻ, ആൻസൺ പോൾ. പിന്നെ നമ്മുടെ ഹീറോ ആന്റണി പെപ്പെ വിത്ത് ജഗദീഷ് എന്ന നടന്റെ മനോഹരമായ ഒരു സഹനടൻ അല്ലെങ്കിൽ കഥാപാത്രത്തിനൊപ്പം നിലനിൽക്കുന്ന ഒരു മനോഹരമായ ക്യാരക്ടർ. പ്ലസ് അതിൻ്റെ കൂടെ ക്യാമറ എടുത്തു പറയണം, സിനിമാറ്റിക് എക്സ്പീരിയൻസ് വളരെ അടിപൊളിയായിട്ട് ഒപ്പിയെടുത്തു. ആനക്കൊമ്പ് വേട്ടയുടെ ഐവറി സ്മഗ്ലിങ്ങിന്റെ കഥ പറയുന്ന ആനക്കൊല്ലിയിലും മുള്ളൻകൊല്ലിയിലും അങ്ങനെ പല പല ബന്ദിപ്പൂർ ഘോരവനങ്ങളിലൊക്കെ കഥ പശ്ചാത്തലമായി പോകുന്ന ഈ ഒരു മനോഹരമായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പോൾ ജോർജ് ആണ്. അപ്പോൾ ആ സംവിധാന മികവിന്റെ കൂടെ ക്യാമറയും എടുത്തു പറയേണ്ടതാണ്. നിങ്ങൾക്ക് ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വളരെ അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഫിലിമാണ്. ഒരുപക്ഷെ ഇത് തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു. അതിൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. പ്ലസ് ഇതിന്റെ ക്യാമറ ആംഗിൾസ് കൂടാതെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇതിലുള്ള ആനകളെ വെച്ചുള്ള എല്ലാ ഷോട്ട്സും ഒറിജിനൽ ആനകളാണ്. ആനിമേറ്റഡ് VFX ഒന്നുമില്ല, ഒറിജിനൽ ആനകളെ വെച്ച് തന്നെയാണ് ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ്. ഞാൻ വളരെ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനക്കൊമ്പിന്റെ കഥ പറയുന്ന ഈ ഒരു വളരെ അടിപൊളി മാസ് എന്റർടൈനർ 18+ ആണ്. ബിക്കോസ് അതേമാതിരിയുള്ള ഒരുപക്ഷെ ദുരന്തറിനെ പോലെയും നമ്മളെ ജോജു ജോർജ് ചേട്ടന്റെ പണി എന്ന സിനിമയിലൊക്കെ പോലെ അമ്മാതിരി മാസ് ആക്ഷൻ സീനുകളാണ്. അങ്ങനത്തെ വെട്ടുമുട്ടും സംഭവങ്ങളൊക്കെയാണ്. സോ അത് വളരെ തന്മയത്തോടുകൂടി എല്ലാവരും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സിനിമയുടെ ആ ഒരു സീക്വൻസ് എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്യാമറയും BGM എല്ലാം കൂടെ തകർത്തു. ആൻഡ് ഫൈനലി ക്ലൈമാക്സിൽ നിങ്ങൾ വിചാരിക്കാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു അടിപൊളി കഥാപാത്രം ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ട്. നമ്മളെല്ലാം കോരിത്തെരിപ്പിച്ച് ഞെട്ടിച്ചുകൊണ്ട് അങ്ങ് ശ്രീലങ്കയിൽ നിന്നുള്ള നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു മെൻഡിസ് എന്ന കഥാപാത്രം വരുന്നുണ്ട്. ഏറ്റവും അവസാനം ലോകേഷ് കനകരാജ് ഒന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോ വാച്ച് ദാറ്റ് ഫിലിം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ സ്റ്റോറീസ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചോരക്കളങ്ങളെല്ലാം കണ്ടിട്ട് കണ്ണു മഞ്ഞളിക്കുന്നില്ല, അല്ലെങ്കിൽ ഛർദ്ദിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മാസ് എന്റർടൈനർ ആണ്. വളരെ മനോഹരമായിട്ട് സംഘടനകളും ആക്ഷൻ സീക്വൻസും സ്റ്റോറി എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. BGM സൂപ്പറാണ്. സോ മ്യൂസിക് ആൻഡ് ക്യാമറ ആൻഡ് ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. സോ ദിസ് ഇസ് മൈ റിവ്യൂ, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഹണ്ടർ ദ കാട്ടാളൻ OTT തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മനോരമ മാക്സ്. സോ വാച്ച് ഇറ്റ്.